നിനക്കെന്നെ മനസ്സിലായോ? ശരിക്കും അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല. പക്ഷെ കല്യാണത്തിന് കണ്ട പോലെ ഉണ്ട്. എങ്ങനെ മനസ്സിലാകുക? പരിചയപ്പെടുത്തി കൊടുത്താലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ നിന്റെ കെട്ടിയവന്റെ മൂത്ത അമ്മായിയാണ്. എന്നെയൊക്കെ ചെക്കന്റെ അമ്മായി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കുറച്ചിലായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ പറയുക? താത്ത നിങ്ങൾ വരി ഇങ്ങോട്ട് കേറി ഇരിക്കേ. ഞാൻ ഇരിക്കാൻ വന്നതൊന്നുമല്ല. ഞാൻ ഈ കുട്ടിനെ കണ്ട് പരിചയപ്പെടുത്തേ ഓർത്ത് വന്നതാ. അല്ലെങ്കിൽ ഇത്ര അടുത്തല്ലേ. ഓരോരുത്തന്റെയൊക്കെ സ്വഭാവം എങ്ങനെയായത്. ആ കുട്ടി എന്ത് കഴിച്ചു? അവിടെ മൂപ്പര് പറഞ്ഞു ആ കുട്ടിയൊന്ന് പോയി കണ്ടിട്ട് പായോന്ന്. അതുകൊണ്ട് വന്നതാ. അല്ലെങ്കിൽ ഇപ്പൊ ആരാ വരാൻ നിക്കണത്? നിനക്കറിയോ മോളെ, ഇവന്റെ കല്യാണ മൂലിയൊക്കെ കണക്കായിരുന്നു. ഞാൻ ചെക്കന്റെ ഒരു അമ്മായിയല്ലേ ഒന്നില്ലെങ്കിലും. അപ്പൊ ഇവരെന്ത് വേണം? കല്യാണ തലേന്ന് വരിയെന്നോ അല്ലെങ്കിൽ എല്ലാത്തിനും ഒന്ന് സഹകരിക്കുന്നൊക്കെ ഒന്ന് കാര്യമായിട്ട് പറയണ്ടേ. അതൊന്നും ഇവര് ചെയ്തില്ല. പിന്നെ ഞാൻ എന്താ പറഞ്ഞ അതൊന്നും കണക്കാക്കിയില്ല കേട്ടോ. ആൾക്കാർ വരുമ്പോ ചെക്കന്റെ അമ്മായി എവിടെയെന്ന് ചോദിക്കുമ്പോ ഇവർക്ക് ഒരു കുറച്ചിൽ വേണ്ടാ പറഞ്ഞിട്ട് എല്ലാത്തിനും വന്ന് സഹകരിച്ചു. ഞാൻ വരുമ്പോ എന്റെ പേരക്കുട്ടിനെയും കൊണ്ടാ വന്നത്. അതിനെ ഒക്കത്ത് വെച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുക തന്നെയായിരുന്നു. എന്നാ പിന്നെ അവള് അതിനൊന്നും മെയിൻ ചെയ്യേ അതിനൊന്നും എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ആ കുട്ടിന്റെ അടുത്തും കൂടി പരുവം കാണിക്കായിരുന്നു ഇവള്. അങ്ങനെയൊന്നും ഇല്ല താത്ത. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? ഇതൊക്കെ ഇപ്പൊ ഞാൻ മനഃപൂർവ്വം ചെയ്തു എന്ന് പറഞ്ഞിട്ടാ നിങ്ങള്? എടി പിടിയെന്നുള്ള കല്യാണം അല്ലായിരുന്നു. പിന്നെ ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ഞാൻ ഓടി നടക്കുന്നത് നിങ്ങളും കൂടി കണ്ടതല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ കുട്ടീനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ. ഓ, പിന്നെ നിന്റെ കൂട്ടം കേട്ടാ തോന്നുന്നു നീ മാത്രം ഇപ്പൊ കല്യാണം നടത്തിയിട്ടുള്ളൂ എന്ന്. ഞാൻ എന്താ എന്റെ മകന്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത്? ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് വർത്താനം പറയുകയായിരുന്നു. അതുകൊണ്ട് എന്താ ആർക്കും ഒരു പരാതിയില്ല. അങ്ങനെ വേണേ. ആൾക്കാരുടെ അടുത്ത് വിളിച്ചിട്ടും പറഞ്ഞിട്ടും വർത്താനം പറഞ്ഞിട്ടൊക്കെ നിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ പരാതിയൊക്കെ വരും. അത് മാത്രമല്ല, പിന്നെ താത്താനെ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയപ്പോ കണ്ടൂല്ല. ഓ, ഞാൻ നിങ്ങളുടെ പത്രാസ് കണ്ടപ്പോ പിന്നെ ഒന്നിനും നിൽക്കാൻ നിന്നില്ല. ഞാൻ പിന്നെ വേഗം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. അല്ലാണ്ട് ഇപ്പൊ എന്താ. ഭക്ഷണം കഴിക്കാൻ പോയവിടുത്തെ കാര്യം പിന്നെ പറയാണ്ടിരിക്കേ ഭേദം. പാത്രം പിടിച്ചും കൊണ്ട് എന്തെങ്കിലും തരണേ വല്ല പിച്ചക്കാരനെ പോലെ. എന്താ ഇതിന് പറയുന്നത്? കഫേ ബൊഫേ എന്തൊക്കെ കോപ്രായങ്ങളായിരുന്നു പഠിച്ചോനെ. ഇതെന്താ വന്നവരൊക്കെ ഭക്ഷണം കാണാണ്ട് കിടക്കുക? പാത്രം പിടിച്ചും കൊണ്ട് കാവൽ നിൽക്കുക ആൾക്കാര്. എന്തൊരു കോലം അത്. ഞാൻ എന്റെ മകന്റെ കല്യാണത്തിന് ഇമാതിരി കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നീയും കൂടി കണ്ടതല്ലേ. ടേബിളിലൊക്കെ ഭക്ഷണം അങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു. വന്നവർക്ക് വേണ്ടത് ഇഷ്ടത്തിന് എടുത്ത് കഴിക്കലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്യേ. അതിനെങ്ങനെയാണ് എല്ലാം അറിയുന്നുള്ള ഭാവമല്ലേ. എന്നാ പിന്നെ അറിയണതിൻ്റെ അടുത്തൊന്നും ചോദിക്കൂല. അതൊക്കെ പിന്നെ അവന്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഏർപ്പാടാക്കിയതാണ്. അപ്പൊ പിന്നെ എല്ലായിടത്തും അങ്ങനെയല്ലേന്ന് പറഞ്ഞ് നമ്മള് പിന്നെ ഒന്നും പറയാനും പോയില്ല. അല്ല, അതിനിപ്പോ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോളെ. അതന്നെ ഞാനും പറഞ്ഞ് ഒക്കെ നിങ്ങളുടെ തീരുമാനമല്ലേന്ന്. എന്നാ അവൻ എന്ത് വേണം? എന്റെ ചെക്കൻ അവന്റെ ഏട്ടനല്ലേ. ഏട്ടന്റെ സ്ഥാനമല്ലേ അവനക്ക്. അപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് ഒരു അഭിപ്രായം ചോദിക്കണ്ടേ? അതൊന്നുമില്ല. ശരി എന്നാ ഞാൻ പോട്ടെ. അവിടുത്തെ പണികളൊന്നും ഒരുക്കിയിട്ടില്ല. അതൊക്കെ ഇട്ടിട്ടപ്പോ ഞാൻ വന്നിക്കുന്നത്. ശരി എന്നാ കുട്ടിയെ, ഞാൻ പോണു. നീ ഇതൊന്നും കണ്ടു പഠിക്കണ്ടാട്ടാ. ആ ഇപ്പത്തെ കുട്ടികളല്ലേ. അതുകൾക്കൊക്കെ ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടാവും. ഓ എന്റെ മോളെ, നീ ഇതൊന്നും കണ്ടിട്ട് പേടിക്കാൻ നിക്കണ്ടാട്ടോ. ഈ താത്താന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. എനിക്കറിയോ, വാപ്പി ഞാനും കൂടി പോയിട്ട് മാറി മാറി വിളിച്ചിട്ടാണ് കല്യാണത്തിന് തന്നെ ഒന്ന് വന്ന് കൂടിയിരിക്കുന്നത്. കുറെ കുടുംബക്കാരനെയൊക്കെ ഫോണിൽ വിളിച്ചിട്ടാ കല്യാണം പറഞ്ഞത്. വീട്ടിൽ പിടിയെന്നുള്ള കല്യാണം അല്ലായിരുന്നു. പിന്നെ പ്രത്യേകം വീട്ടിൽ പോയിട്ട് മാറി മാറി ക്ഷണിച്ചു. എന്നിട്ടാ പൈ പറിച്ചിലാക്കാൻ വന്നിട്ട് ഒന്നിനും നിന്നൊന്നുമില്ല. ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോയി. പിന്നെ എന്താ പറഞ്ഞ, അത് അങ്ങനെ ഒരു സാധനമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും തോന്നി. മക്കളൊന്നും ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് വരാൻ സമ്മതിക്കൂല്ല. ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിക്കുകയാണ്. നീ പേടിച്ചോ? ഞാന് പേടിച്ചു. എന്നെന്തെങ്കിലുമൊക്കെ പറയുമോ വിചാരിച്ചു. ഇപ്പൊ തന്നെ വീട്ടുപണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? അങ്ങനെയൊന്നുമില്ല. ഉമ്മ എവിടെ മോളെ? ഉമ്മ അതാ ഉള്ളിലുണ്ട്. ഞാൻ വിളിക്കാം. എന്നാ വിളിക്ക്. ഉമ്മ. ഞാൻ എന്താണ്ടോ ആ വീട്ടിലേനേ. സൈനബാന്ന പേര്. എല്ലാരും സൈനാത്താന്ന വിളിക്കുള്ളൂ. കുട്ടി അങ്ങനെ വിളിച്ചാ മതിട്ടാ. ആരാ മോളേത്? താത്ത. ഞാൻ കുട്ടിനെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നേ. അത് ശരി. എന്നിട്ട് പരിചയപ്പെട്ടോ? ആ വീട്ടുപണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ ചോദിക്കായിരുന്നു. ചെയ്യുന്നുണ്ട് അല്ലേ? താത്ത, ഞാൻ വന്നത് ഭക്ഷണം എന്തോ ബാക്കിയുണ്ട് പറഞ്ഞില്ലേ. അപ്പൊ അത് മേടിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തന്നെ വന്നതേ.
ആ ഞാനത് മറന്നു. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ആ, വെറുതെ വേസ്റ്റ് ആയി കളയണ്ടല്ലോ ഭർത്താ മോളെ. ശരി എന്നാ ഞാൻ പോട്ടെ. ശരിട്ട മോളെ, ഒഴിവിട്ടുമ്പോ വരാം ഞാൻ ഇനി. ആ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞതാ ഞാന്. അവൾക്ക് അവിടെ ആടും പൈക്കളൊക്കെ ഉണ്ടേ. അതുകൊണ്ട് പിന്നാലെ നടന്നുകൊണ്ട് തന്നെ പാടത്തുകൂടിയും പറമ്പുകൂടെയൊക്കെ. വീട്ടിലൊന്നും കാര്യമായിട്ട് അടുക്കള പണിയും ചെയ്യാൻ നിൽക്കില്ല. ആ ഇടയ്ക്കൊക്കെ വരും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ കൊടുക്കുകയും ചെയ്യും കേട്ടോ. നിന്നെ കണ്ടപ്പോൾ ചമ്മല. ഒരു പാവാണ് തോന്നുന്നു അല്ലേ അമ്മ? ആ ഒരു പാവാണേ. ആരും ഒരു ഏർപ്പിച്ച് നിൽക്കില്ല. എന്നെ മനസ്സിലായോ? ഞാനിതാ മോളത്തെ വീട്ടിൽ കേട്ടോ. കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റെജീന എന്നല്ലേ പേര്? എന്റെ പേര് ഷാജിദ കേട്ടോ. ആ ഞാൻ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിക്കാൻ പറ്റിയില്ല. ചെറിയ കുട്ടിയാണേ, അവൾക്കിപ്പോ 1 വയസ്സായിട്ടുള്ളൂ. വാശി പിടിച്ച് ബഹളം വെച്ചിട്ട് ഞാൻ വേഗം പോയി. താത്ത കുറേ സമയം പറഞ്ഞതാണ് ഫോട്ടോയ്ക്ക് നിൽക്കുക എന്നുള്ളത്. അതിനൊന്നും പറ്റിയില്ലടാ. ആ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, കുട്ടിന്റെ കരച്ചില് കേട്ടിട്ടുണ്ടായിരുന്നു. ശരി കേട്ടോ, ഞാൻ പോട്ടെ. അവന്റെ പുറകെ കടത്തിയിട്ടാ വന്നിക്കുന്നത്. ഇടയ്ക്ക് അങ്ങോട്ട് വായോട്ടോ. ആ ശരി ശരി. ആരാ വന്നിട്ട് പോയി? ആ അമ്മ അത് മേലത്തെ വീട്ടിലത്തെ. ആ അവൾക്ക് ചെറിയ കുട്ടിയുള്ളതാണേ, അതായിരിക്കും നിക്കാണ്ട് വേഗം പോയിട്ടുണ്ടാവുക. ആ ഏകദേശം നിന്നെപ്പോലെ തന്നെ, നിന്നെക്കാളും ഒരു 2 വയസ്സിനൊക്കെ തന്നെ മൂക്കമുള്ളൂ. ഇപ്പൊ രണ്ടാൾക്ക് സംസാരിച്ചിരിക്കാനൊക്കെ ഒരു കൂട്ടായില്ലേ. ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ട് പോകാട്ടോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ് വർത്താനം കേൾക്കാന്. നമുക്ക് പോവാ ഒരു ദിവസം അങ്ങോട്ട്. ആ പോവാ. ആ നസീമ താത്ത. ആ വായോ. ആ പണികളൊക്കെ ഒരുങ്ങി രണ്ടാളും കൂടി വർത്താനം പറഞ്ഞിരിക്കുക. നീ എന്ത് ഇങ്ങടായിട്ട് വന്നതാ? അല്ല, ഞാനിതാ അപ്പുറത്തെ വീട്ടിലേക്ക് വന്നതാ, ഈ പോളിയോന്റെ കണക്ക് നോക്കാൻ വേണ്ടിട്ടേ. ആ അതെ അല്ലേ. ആ ദീപന്റെ കുട്ടികളുടെ അല്ലേ. അപ്പൊ ഏതായാലും ഇതുവരെ വന്നതല്ലേ, അപ്പൊ ഇവിടെ വന്ന് പുതിയ പെണ്ണിയും കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് വന്നതാ. എന്താ നിന്റെ പേര്? പേര് റെജീന. ആ ഞാൻ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ. ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് കൂടുതലായിട്ട് പരിചയപ്പെടാനും പറ്റിയില്ലല്ലോ, തിരക്ക് കാരണം. ഉം. ആ ആ. ഞാൻ അപ്പുറത്ത് പോളിയോ കണക്കൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. ഉം. ഉം. എന്നാ പിന്നെ സമയം കളയണ വേഗമൊക്കെ അങ്ങോട്ട് നോക്ക് കിട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്ക്. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം. ആ ഇതിനിപ്പോ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതല്ല താത്ത, ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നും പറയണില്ലേ. ഒക്കെ മറച്ചു വെക്കാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോണം, അപ്പളാ പറയണുള്ളൂ. ആ ആരും പറയുന്നുണ്ടായില്ല അല്ലെ. നമുക്ക് ഈ കണക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ. ആരും വിളിച്ചും പറയൂല്ല. അതാ പിന്നെ പറഞ്ഞ. ശരി എന്നാ ഞാൻ പോട്ടെ കേട്ടോ. നോക്കിട്ടാ. ആ ശരി എന്നാ. ശരി എന്നാ ഞാൻ പോട്ടെ, അവിടെ പോളിയോ കൊടുക്കാനുള്ളതാണ്. ശരി എന്നാ, ഇടയ്ക്ക് വരാം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കപ്പൊ അവളുടെ വിശേഷം, അവളുടെ ഒരു കാര്യം. ആ അമ്മ, എനിക്ക് കേട്ടപ്പോ എന്തോ ചമ്മലായി. അവള് ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കുവോ. അവൾക്ക് അവിടെ കണക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ. ഉം. ആ അതിന്റെ ജോലിയല്ലേ അല്ലേ. ഞാൻ നടന്നു പോണല്ലേ. എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചിയുണ്ട്. അവര് ഈ വർക്കിന് തന്നെ പോണത്. അവരിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, കുറെ കുറേ ദൂരം ഇങ്ങനെ നടന്നു പോണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്.